കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 ഏപ്രിൽ 5 ശനിയാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ട്രാഫിക് സംബന്ധമായ ഇടപാടുകൾ ഓൺലൈനിൽ വർദ്ധിച്ചതായി ബഹ്റിൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം നടന്ന 1.4 ദശലക്ഷത്തിലധികം ട്രാഫിക് സംബന്ധമായ ഇടപാടുകളിൽ 81.1% ഓൺലൈൻ വഴിയാണ് നടന്നത്. മറ്റ് GCC രാജ്യങ്ങളുമായി ഇലക്ട്രോണിക് സംവിധാനം ബന്ധിപ്പിക്കാനുള്ള പദ്ധതികളും രാജ്യത്ത് പുരോഗമിക്കുകയാണ്. നിലവിൽ രാജ്യത്ത് വാഹന പരിശോധനയ്ക്കായി 12 ലൈസൻസുള്ള കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ വർഷം 33,000-ലധികം വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകൾ നൽകിയിട്ടുണ്ട്. നിയമലംഘനങ്ങളിൽ 27% കുറവുണ്ടായതായും ട്രാഫിക് മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രവാസി ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പരിഹാരം തേടി ബഹ്റിൻ ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു. സീഫിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബും എംബസി കോൺസുലർ സംഘവും അഭിഭാഷക സമിതിയും 30-ലധികം ഇന്ത്യൻ പൗരന്മാരും പങ്കെടുത്തു. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ബംഗാളി ഭാഷകളിലായിരുന്നു ഓപ്പൺ ഹൗസ് നടന്നത്. 68 ഇന്ത്യൻ തടവുകാരെ മോചിപ്പിച്ച ബഹ്റിൻ്റെ തീരുമാനത്തിൽ ഹമദ് രാജാവിനും കിരീടാവകാശിക്കും മറ്റു അധികാരികൾക്കും അംബാസിഡർ നന്ദി അറിയിച്ചു. ഏപ്രിൽ 1 മുതൽ WEF, പാസ്പോർട്ട്, വിസ, മറ്റു കോൺസുലർ സേവന ഫീസ് എന്നിവ പരിഷ്കരിച്ചതായും അംബാസിഡർ അറിയിച്ചു. പുതുക്കിയ ഫീസുകളുടെ വിശദാംശങ്ങൾ മിഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കഴിഞ്ഞ ഓപ്പൺ ഹൗസിൽ ഉന്നയിച്ച മിക്ക കേസുകളും പരിഹരിച്ചതായി അറിയിച്ച അംബാസിഡർ ഓപ്പൺ ഹൗസിൽ പങ്കെടുത്ത എല്ലാ ഇന്ത്യൻ അസോസിയേഷനുകൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും എംബസിയുടെ പാനൽ അഭിഭാഷകർക്കും നന്ദി രേഖപ്പെടുത്തി. ICRF-ഉം ബ്ലഡ് ഡൊണേഴ്സ് കേരള ബഹ്റിൻ ചാപ്റ്ററും സംയുക്തമായി സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സ് ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ 55 പേർ രക്തം നൽകി. ICRF ചെയർമാൻ അഡ്വക്കേറ്റ് VK തോമസ് രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി അനീഷ് ശ്രീധരൻ, ബ്ലഡ് ഡൊണേഷൻ കോർഡിനേറ്ററും BDK ബഹ്റിൻ ചാപ്റ്റർ ചെയർമാനുമായ KT സലീം, BDK പ്രസിഡന്റ് റോജി ജോൺ എന്നിവർ സംസാരിച്ചു. ICRF വൈസ് ചെയർമാൻമാരായ പങ്കജ് നെല്ലൂർ, പ്രകാശ് മോഹൻ, ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു, ബ്ലഡ് ഡൊണേഷൻ കോർഡിനേറ്ററായ സുനിൽ കുമാർ, അജയ് കൃഷ്ണൻ, ചെമ്പൻ ജലാൽ, ശിവകുമാർ, മുരളി കൃഷ്ണൻ, സുബൈർ കണ്ണൂർ, നൌഷാദ് പുന്നൂർ, ഫൈസൽ മടപ്പള്ളി, അനു ജോസ്, BDK ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ്, ട്രഷറർ സാബു അഗസ്റ്റിൻ, വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് പുത്തൻവിളയിൽ, സിജോ ജോസ്, ക്യാമ്പ് കോർഡിനേറ്റേഴ്സ് നിതിൻ ശ്രീനിവാസ്, സുനിൽ മണവളപ്പിൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പി ചികിത്സയുടെ ഭാഗമായി മുടി കൊഴിയുമ്പോൾ ഉപയോഗിക്കാനായി വിഗ് ഉണ്ടാക്കുവാൻ ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് തങ്ങളുടെ മുടി ദാനം ചെയ്ത് ബഹ്റിനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ പ്രൊജക്ട് മാനേജറായി ജോലി ചെയ്യുന്ന തിരുവല്ല സ്വദേശി സിജി ഫിലിപ്പും ഭാര്യ ലിജി മേരി മാത്യുവും മാതൃകയായി. ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് നൽകാനായി ക്യാൻസർ കെയർ ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി KT സലീം ഇവരിൽ നിന്ന് മുടി സ്വീകരിച്ചു. ചുരുങ്ങിയത് 21 സെൻറ്റിമീറ്റർ നീളത്തിൽ മുടി മുറിച്ചെടുത്ത് ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് ഇത്തരത്തിൽ നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് ക്യാൻസർ കെയർ ഗ്രൂപ്പിന് 33750999 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. തികച്ചും സൗജന്യമായാണ് ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റി കുട്ടികൾക്കടക്കമുള്ള ക്യാൻസർ രോഗികൾക്ക് വിഗ് നൽകി വരുന്നത്. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റിൻ എൻ്റെ കുടുംബം എന്ന പേരിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. അബു നാസർ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി അസോസിയേഷൻ അംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി.
വിവിധതരം കലാപരിപാടികളും കളികളും മറ്റുമായി ആകർഷണീയമായ രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുടുംബ സംഗമത്തിന് പേര് നിർദ്ദേശിച്ച വിഷ്ണു കായംകുളം സമ്മാനത്തിന് അർഹനായി. റോബോട്ടിക്സിൽ PhD കരസ്ഥമാക്കിയ സ്നേഹ ഹരീഷ്, ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ് ഹോൾഡർ മാസ്റ്റർ ധ്രുവ് സ്മിത്ത് എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു. അസോസിയേഷൻ രക്ഷാധികാരി ജോർജ് അമ്പലപ്പുഴ, പ്രസിഡന്റ് ലിജോ കൈനടി, ജനറൽ സെക്രട്ടറി അനൂപ് പള്ളിപ്പാടി എന്നിവർ സംസാരിച്ചു. കുടുംബസംഗമം കോർഡിനേറ്റേഴ്സായ ശ്രീകുമാർ കറ്റാനം, അരുൺ മുട്ടം, ശാന്തി ശ്രീകുമാർ, അശ്വനി അരുൺ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പ്രോഗ്രാം കൺവീനർ അനീഷ് മാളികമുക്ക് നന്ദി രേഖപ്പെടുത്തി. അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ മലയാള വിഭാഗം പൊതുജനങ്ങൾക്കായി സംഘടിപ്പിച്ച ഖുർആൻ വിജ്ഞാന പരീക്ഷയിൽ മികവ് തെളിയിച്ചവർക്കുള്ള സമ്മാനദാനം ഹൂറ ഈദ്ഗാഹിൽ വെച്ച് ലുലു ഹൈപ്പർ മാർക്കറ്റ് റീജിയണൽ മാനേജർ അബ്ദുൽ ഷുക്കൂർ നിർവഹിച്ചു. 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ ഷിറിൻ മുഹമ്മദ് ഫൈസ്, ഹസ്ന പൊയ്യാലിൽ, മുഹമ്മദ് മിൻഹാൻ പഡ്ല എന്നിവർക്കൊപ്പം ആദ്യത്തെ 11 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർക്കുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളുമാണ് കൈമാറിയത്. ബഹ്റൈനിലെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ച പൊതുപരീക്ഷ ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. സെന്റർ ഭാരവാഹികളായ TP അബ്ദുൽ അസീസ്, MM റിസാലുദ്ദീൻ, യാഖൂബ് ഈസ, BP അബ്ദുൽ റസാഖ്, സമീർ ഫാറൂഖി എന്നിവർ സന്നിഹിതരായിരുന്നു. പരീക്ഷാ കൺട്രോളർ ബിർഷാദ് അബ്ദുൽ ഗനി പരിപാടികൾ നിയന്ത്രിച്ചു. 47 വർഷം ബഹ്റൈനിൽ കഴിഞ്ഞ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് സ്വദേശമായ മയ്യയിലേക്ക് യാത്രയാകുന്ന പുതിയപുരയിൽ റഷീദിനും കുടുംബത്തിനും പവിഴ ദ്വീപിലെ മയ്യഴിക്കാരുടെ കൂട്ടായ്മയായ ഗോൾഡൻ ഹാൻഡ്സ് യാത്രയയപ്പ് നൽകി. VC താഹിർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുജീബ് മാഹി സ്വാഗതം പറഞ്ഞു. BP ഷംസുദ്ദീൻ, ജാവേദ് TCA, റഷീദ് മാഹി എന്നിവർ ആശംസകൾ നേർന്നു. VC നിയാസ്, റിജാസ്, റഷീദ് എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു.